ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം മനുഷ്യരെക്കുറിച്ചും ആ ചങ്ങലകൾ പൊട്ടിച്ച് നിങ്ങൾ എങ്ങനെ പുറത്തുവരണം എന്നതിനെക്കുറിച്ചുമാണ്. ആദ്യമായി നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യാജ സുഹൃത്തുക്കളെയാണ്. പുറമേ സുഹൃത്തുക്കളായി നടിക്കുകയും എന്നാൽ ഉള്ളിൽ നിങ്ങളോട് കടുത്ത ശത്രുതയോ അസൂയയോ കൊണ്ട് നടക്കുകയും ചെയ്യുന്നവർ. സൈക്കോളജിയിൽ ഇവരെ ഫ്രെനമീസ് എന്ന് വിളിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ 3 തരത്തിലുള്ള ഫ്രെനമികളുണ്ടാകാം. 1. അസൂയയുള്ളവർ. നിങ്ങൾ ജീവിതത്തിൽ ഒരു വിജയം നേടുമ്പോൾ, ഒരു പുതിയ ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ അത് കണ്ട് ഉള്ളിൽ നീറുന്നവർ. അവരൊരിക്കലും നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കില്ല. 2. നിങ്ങളെ ചൂഷണം ചെയ്യുന്നവർ. അവർക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം അവർ നിങ്ങളെ തേടി വരും. നിങ്ങളെ അവരുടെ ആവശ്യങ്ങൾ നേടാനുള്ളൊരു ഉപകരണം മാത്രമായിട്ടാണ് അവർ കാണുന്നത്. 3. സോഷ്യൽ ക്ലൈംബേഴ്സ് അഥവാ സാമൂഹിക പദവിക്കുവേണ്ടി കൂടെ നടക്കുന്നവർ. നിങ്ങളുടെ പദവിയോ സ്വാധീനമോ ഉപയോഗിച്ച് അവരുടെ നില മെച്ചപ്പെടുത്താൻ മാത്രം നിങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ. ഈ 3 കൂട്ടരും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല. ഇവർ നിങ്ങളുടെ സമയം മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസവും കൂടിയാണ് ഇല്ലാതാക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്. അവർ നിങ്ങളുമായി ഉണ്ടാക്കുന്ന ബന്ധങ്ങളെല്ലാം വെറും ട്രാൻസാക്ഷണലാണ്. അതായത് ഒരു ബിസിനസ് ഇടപാട് പോലെ. ഞാൻ നിനക്ക് സ്നേഹം തന്നാൽ എനിക്ക് തിരിച്ചെന്ത് കിട്ടും എന്ന കണക്കുകൂട്ടലിൽ മാത്രം ജീവിക്കുന്നവർ. ഇത്തരം ബന്ധങ്ങളിൽ നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് നിങ്ങൾ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. നിങ്ങളുടെ പണമോ സമയമോ സ്വാധീനമോ അവർക്കാവശ്യമുള്ളിടത്തോളം കാലം അവർ നിങ്ങളെ സ്നേഹിക്കും. എന്നാൽ നിങ്ങളിൽ നിന്നിനി ഒന്നും ഊറ്റിയെടുക്കാനില്ല എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം അവർ നിങ്ങളെ തിരിഞ്ഞുപോലും നോക്കാതെ അകലം പാലിക്കാൻ തുടങ്ങും. അത്തരം ആളുകൾ പോകുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു വലിയ ഭാരം ഒഴിഞ്ഞുപോയല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ചില മനുഷ്യർ ഇത്രമാത്രം ക്രൂരമായി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഡാർക്ക് ട്രയാഡ് എന്നൊരവസ്ഥയുണ്ട്. ഈ ചൂഷകരുടെ ഉള്ളിലെ ഇരുണ്ട മാനസികാവസ്ഥയാണിത്. ഇതിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് നാർസിസിസം. ലോകം മുഴുവൻ തങ്ങൾക്ക് ചുറ്റുമാണ് കറങ്ങുന്നതെന്നും തങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരെന്നും വിശ്വസിക്കുന്ന അമിതമായ ആത്മസ്നേഹം. രണ്ടാമത്തേത് മാക്കിയവെല്യനിസം. സ്വന്തം ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരെ എത്ര വേണമെങ്കിലും തന്ത്രപരമായി കബളിപ്പിക്കാനും ചതിക്കാനും അവർക്ക് യാതൊരു മടിയുമുണ്ടാകില്ല. മൂന്നാമത്തേത് സൈക്കോപതി. മറ്റൊരാൾക്ക് എത്ര വലിയ വേദനയുണ്ടാക്കിയാലും എന്ത് തെറ്റു ചെയ്താലും അവരുടെ ഉള്ളിൽ ഒരു തരിമ്പ് പോലും കുറ്റബോധമുണ്ടാകില്ല. അവർക്ക് മറ്റുള്ളവരോട് യാതൊരു സഹാനുഭൂതിയും കാണിക്കാൻ കഴിയില്ല. ഈ ഡാർക്ക് ട്രയാഡ് സ്വഭാവമുള്ള മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചു മാറ്റിയെടുക്കാം എന്ന് കരുതരുത്. നിങ്ങൾ എത്ര സ്നേഹം കൊടുത്താലും അവർ നിങ്ങളെ ഇരയാക്കിക്കൊണ്ടേയിരിക്കും. ഇത്തരം ആളുകൾ നിങ്ങളെ കുടുക്കിയിടുന്നത് ചൂഷണത്തിന്റെ ചക്രം അഥവാ സൈക്കിൾ ഓഫ് അബ്യൂസ് എന്ന ഒരു വലിയ കെണിയിലൂടെയാണ്. ഇതൊരു 4 ഘട്ടങ്ങളുള്ള പ്രക്രിയയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങും, അതായത് പിരിമുറുക്കം. അവരെ പ്രകോപിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ഓരോ വാക്കും വളരെ സൂക്ഷിച്ചു സംസാരിക്കുകയും ഭയത്തോടെ പെരുമാറുകയും ചെയ്യും. രണ്ടാമത്തെ ഘട്ടത്തിൽ അവർ പൊട്ടിത്തെറിക്കും. അവർ നിങ്ങളെ മാനസികമായോ വൈകാരികമായോ ശാരീരികമായോ ഉപദ്രവിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർക്കും. അതിനുശേഷം വരുന്ന 3ാമത്തെ ഘട്ടമാണ് ഏറ്റവും വലിയ കെണി, അനുരഞ്ജനം അഥവാ ഹണിമൂൺ ഫേസ്. ഉപദ്രവത്തിന് ശേഷം അവർ നിങ്ങളുടെ കാലുപിടിച്ചു മാപ്പ് ചോദിക്കും, പൊട്ടിക്കരയും, അമിതമായ സ്നേഹം പ്രകടിപ്പിക്കും. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്ന് സത്യം ചെയ്യും. ആ നിമിഷം നിങ്ങളുടെ അലിവാർന്ന മനസ്സ് വിചാരിക്കും, അവർ മാറി, അവരെന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്ന്. തുടർന്ന് കുറച്ചു കാലത്തേക്കൊരു താൽക്കാലിക ശാന്തതയുണ്ടാകും. എന്നാൽ അധികം വൈകാതെ തന്നെ വീണ്ടും പഴയതുപോലെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ഈ ചക്രം അനന്തമായി ആവർത്തിക്കുകയും ചെയ്യും. സുഹൃത്തെ, ആ ഹണിമൂൺ ഫേസിൽ കിട്ടുന്ന സ്നേഹം യഥാർത്ഥമല്ല, അതൊരു കെണിയാണ്. നിങ്ങളെ ആ ബന്ധത്തിൽ നിന്ന് പുറത്തുപോകാൻ അനുവദിക്കാതെ തളച്ചിടുന്ന ട്രാമ ബോണ്ടിംഗ് എന്ന ചങ്ങലയാണത്. നിങ്ങളെ മറ്റുള്ളവർ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങളെ വലിച്ചെറിയാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതിരിക്കുക. അതിനുള്ള ആദ്യത്തെ പടി അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ്. നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത, നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോട് യാതൊരു കുറ്റബോധമില്ലാതെ ആരുടെ മുഖത്ത് നോക്കിയും നോ എന്ന് പറയാൻ ശീലിക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എപ്പോഴും സ്വന്തം സന്തോഷവും സമാധാനവും ബലി കഴിക്കുന്നത് നിർത്തുക. നോ എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു പൂർണ്ണ വാചകമാണ്. അതിന് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത്
നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ലഭിക്കാൻ വേണ്ടി യാചിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക. വ്യായാമം ചെയ്യുക, ധ്യാനിക്കുക, നിങ്ങളുടെ ചിന്തകൾ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. നിങ്ങൾ എത്രത്തോളം വിലപിടിപ്പുള്ള ഒരാളാണെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. കൂടാതെ ഈ ടോക്സിക് ബന്ധങ്ങൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഓർമ്മകളിൽ നിന്നും ഭയത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടാൻ ഒരിക്കലും മടിക്കരുത്. അതിൽ യാതൊരു നാണക്കേടുമില്ല. കേടുവന്ന ഒരു വാഹനം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കുന്നത് പോലെ മുറിവേറ്റ മനസ്സിനെ ചികിത്സിച്ചു ഭേദമാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ഇന്നലെ വരെ നിങ്ങൾ മറ്റുള്ളവരാൽ ഉപയോഗിക്കപ്പെട്ടവനായിരിക്കാം, വഞ്ചിക്കപ്പെട്ടവനായിരിക്കാം, പരിഹസിക്കപ്പെട്ടവനായിരിക്കാം. എന്നാൽ ഇന്ന് നിങ്ങളൊരു പുതിയ തീരുമാനമെടുക്കുകയാണ്. ഇനി എന്റെ ജീവിതത്തിൽ ആർക്കും എന്നെ ഒരു കളിപ്പാവയാക്കാൻ കഴിയില്ല എന്ന ശക്തമായ തീരുമാനം. വ്യാജമുഖമുഷിട ധരിച്ചു നിൽക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റുക. അതെത്ര വേണ്ടപ്പെട്ടവരായാലും ശരി. നിങ്ങളുടെ ഫോൺ കോൺടാക്ട് ലിസ്റ്റിൽ എത്ര സുഹൃത്തുക്കളുണ്ട്? 100, 500, അതോ 1000? എന്നാൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിലെത്ര പേർ നിങ്ങളുടെ പദവിയോ പണമോ സ്വാധീനമോ നോക്കാതെ നിങ്ങളെ നിങ്ങളായിട്ട് സ്നേഹിക്കുന്നവരുണ്ട്? വളരെ ചുരുക്കമായിരിക്കുമല്ലേ? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും അപകടകാരികളായ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ്. നിങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുകയും എന്നാൽ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെ ഒരു ചവിട്ടുപടിയായി മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നവർ. സൈക്കോളജിയിൽ ഇവരെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ ക്ലൈംബേഴ്സ്. സ്വന്തം സാമൂഹിക പദവി, സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം മനുഷ്യരെ ഏണികളായി ഉപയോഗിക്കുന്നവർ. ഇവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റിയില്ലെങ്കിൽ ഇവർ നിങ്ങളുടെ ഊർജവും അവസരങ്ങളും പൂർണ്ണമായും വലിച്ചെടുക്കും. ഇത്തരം കപട സുഹൃത്തുക്കളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. 1. അവർക്ക് നിങ്ങളുടെ പദവിയിൽ മാത്രമേ താൽപ്പര്യമുള്ളൂ. സ്റ്റാറ്റസ് ഡ്രിവൻ. നിങ്ങളുടെ ഉള്ളിലെ നന്മയോ നിങ്ങളുടെ സ്വഭാവമോ അല്ല ഇവർ നോക്കുന്നത്. നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട്, നിങ്ങൾക്ക് ആരെയൊക്കെ അറിയാം, ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇവർ നിങ്ങളോട് ചിരിക്കുന്നത് പോലും. നിങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചാൽ ഏറ്റവും ആദ്യം ഓടി ഒളിക്കുന്നതും ഇവർ തന്നെയായിരിക്കും. 2. വലിയ പേരുകൾ വിളിച്ചു പറയുന്നവർ, നെയിം ഡ്രോപ്പേഴ്സ്. ഇവരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും വലിയ വലിയ ആളുകളുടെ പേരുകൾ മാത്രമേ ഇവരുടെ നാവിൽ വരൂ. എനിക്ക് ആ മിനിസ്റ്ററെ അറിയാം, ആ കളക്ടർ എന്റെ ക്ലോസ് ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് തങ്ങൾ വളരെ വലിയവരാണെന്ന് കാണിക്കാൻ ഇവരെപ്പോഴും ശ്രമിക്കും. അതുപോലെ നിങ്ങൾക്ക് സ്വാധീനമുള്ള ആരെയൊക്കെ അറിയാമെന്ന് ചോദിച്ചറിയാൻ ഇവർക്ക് വല്ലാത്ത തിടുക്കമായിരിക്കും. 3. പുറം മോടിയിലുള്ള അമിതമായ ഭ്രമം, ഓവർലി കൺസേൺഡ് വിത്ത് അപ്പിയറൻസസ്. തങ്ങൾ ഉന്നത സമൂഹത്തിന്റെ ഭാഗമാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ഇവർ ഏതറ്റം വരെയും പോകും. വിലയേറിയ ഡിസൈനർ വസ്ത്രങ്ങളും ആക്സസറികളും കാണിച്ച് എപ്പോഴും ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇവർ ശ്രമിക്കും. പുറമേയുള്ള ഈ ആഡംബരത്തിൽ മാത്രമാണ് ഇവരുടെ ജീവനിരിക്കുന്നത്. 4. നിങ്ങളുടെ ബന്ധങ്ങളെ റാഞ്ചിയെടുക്കുന്നവർ, സെലക്റ്റീവ് ഫ്രണ്ട് പോച്ചർ. ഇതാണ് ഇവരുടെ ഏറ്റവും അപകടകരമായ സ്വഭാവം. നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ള നിങ്ങളെക്കാൾ സ്വാധീനമുള്ളതോ ഉയർന്ന പദവിയിലോ ഉള്ള ഒരാളെ നിങ്ങൾ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ അവിടെ തീർന്നു കാര്യങ്ങൾ. പിന്നെ ആ സ്വാധീനമുള്ള വ്യക്തിയുമായി അടുക്കാൻ ഇവർ ഈ സൗഹൃദത്തെ ഹൈജാക്ക് ചെയ്യും. അവരുടെ ലക്ഷ്യം ആ പുതിയ ആളാണ്. അതിലേക്ക് എത്താൻ നിങ്ങളെ വെറുമൊരു പാലമായി മാത്രമാണിവർ ഉപയോഗിച്ചത്. 5. കൊടിയ ചൂഷകർ, ദി അൾട്ടിമേറ്റ് യൂസേഴ്സ്. നിങ്ങളുടെ നേട്ടങ്ങളെയോ നിങ്ങളുടെ കഷ്ടപ്പാടിനെയോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അമിതമായി ഉപയോഗിക്കാൻ ഇവർക്ക് യാതൊരു മടിയുമുണ്ടാകില്ല. നിങ്ങളിൽ നിന്ന് എന്ത് നേടിയെടുക്കാം എന്ന് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. 6. സഹാനുഭൂതിയില്ലാത്ത നാർസിസിസ്റ്റ്, ലാക്സ് എംപതി. സോഷ്യൽ മീഡിയയിൽ നൂറുകണക്കിന് ആളുകൾക്കൊപ്പം നിന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമെങ്കിലും ഇവർക്കാരുമായും യാതൊരു വൈകാരിക അടുപ്പവുമുണ്ടാകില്ല. നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഇവരുണ്ടാകില്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, മറ്റുള്ളവരെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാത്തവരാണിവർ. 7. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവർ, അൺറിലയബിൾ. ഇവരെ വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യത്തിനും ഇറങ്ങിപ്പുറപ്പെടരുത്. നിങ്ങളോടൊപ്പം എന്തെങ്കിലും പരിപാടികൾ പ്ലാൻ ചെയ്താൽ പോലും അതിനേക്കാൾ മികച്ചതോ അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനമുള്ള മറ്റൊരാൾ വിളിച്ചാൽ അവസാന നിമിഷം യാതൊരു കുറ്റബോധവുമില്ലാതെ ഇവർ നിങ്ങളെ ഒഴിവാക്കിപ്പോകും. 6. എപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ, ദ ക്വീൻ ബി.
സുഹൃദ് വലയങ്ങളെ പൂർണ്ണമായും തങ്ങളുടെ കാൽ കീഴിൽ നിർത്താൻ ഇവർ ആഗ്രഹിക്കും. അവരുടെ ലക്ഷ്യങ്ങൾ നേടാനായി ഗ്രൂപ്പിലുള്ള ആരെയെങ്കിലും ഒഴിവാക്കാനോ പരദൂഷണം പറഞ്ഞ് മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കാനോ ഇവർക്ക് യാതൊരു മടിയുമുണ്ടാകില്ല. സുഹൃത്തെ, എന്റെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ജീവിതം ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് ചവിട്ടിക്കയറാനുള്ള വെറുമൊരു പടവല്ല. നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ സ്നേഹത്തിനും വലിയ വിലയുണ്ട്. അതിത്തരം കച്ചവടക്കാർക്ക് മുന്നിൽ വലിച്ചെറിയരുത്. ഇന്ന് തന്നെ നിങ്ങളുടെ സൗഹൃദങ്ങളെ ഒന്ന് വിലയിരുത്തുക. നിങ്ങളെ ഉപയോഗിക്കുന്നവരെ, നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു മടിയും കൂടാതെ വെട്ടിമാറ്റുക. നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ 1000 പേരുണ്ടായിട്ട് കാര്യമില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന 5 പേരുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇത്തരം സോഷ്യൽ ക്ലൈംബേഴ്സിനെ ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരും. നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങും. ധൈര്യമായി മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ അർഹത ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വൈകാരികമായി പാപ്പരായതായി തോന്നിയിട്ടുണ്ടോ? ഒരു ATM മെഷീൻ പോലെ എപ്പോഴും മറ്റുള്ളവർക്ക് സ്നേഹവും സമയവും സഹായവും നൽകാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാളായി നിങ്ങൾ മാറിയോ? നിങ്ങൾ എപ്പോഴെങ്കിലും തിരിഞ്ഞൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഊർജം മുഴുവൻ വലിച്ചെടുക്കുന്ന ചില മനുഷ്യർ നിങ്ങളുടെ ചുറ്റുമുണ്ടെന്ന്? എങ്കിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളൊരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പോകുകയാണ്. മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്രജ്ഞർ പറയുന്നൊരു കാര്യമുണ്ട്, സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളെ ഒരു സാമ്പത്തിക ഇടപാടുമായി താരതമ്യം ചെയ്യുന്ന ഒരു രീതി. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല, നിങ്ങളുടെ സമയവും വൈകാരിക ഊർജവും നിങ്ങളുടെ സമാധാനവുമാണ്. ഏതൊരു നിക്ഷേപത്തിലും നമ്മൾ ലാഭവും നഷ്ടവും കണക്കുകൂട്ടാറില്ലേ? നിങ്ങളുടെ ചില ബന്ധങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ 100% സമയവും സ്നേഹവും ത്യാഗവും അവർക്കായി നൽകുന്നു. പക്ഷെ പകരം നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? കണ്ണുനീർ, മാനസിക സമ്മർദ്ദം, അവഗണന, സ്വയം സംശയം. നിങ്ങൾ കൊടുക്കുന്നതിന്റെ 10 പോലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നില്ല. ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് തുടർച്ചയായി നഷ്ടം മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ആ ബിസിനസ് നിങ്ങൾ അപ്പോൾ തന്നെ അവസാനിപ്പിക്കും, അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന, നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ഈ ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് മാത്രം നിങ്ങൾ ഇറങ്ങിപ്പോരാത്തത്? ചില മനുഷ്യരുണ്ട്, അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ, അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അവർ ഓടിവന്ന് കെട്ടിപ്പിടിക്കും. നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ഉറക്കം കളയും, നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റിവെക്കും. എന്നാൽ നിങ്ങൾക്കൊരു സങ്കടം വരുമ്പോൾ, നിങ്ങൾക്കവരെ ഒന്ന് ആവശ്യമുള്ളപ്പോൾ അവരെവിടെയായിരിക്കും? അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യത്തിനും ഒരു ചെറിയ നന്ദി പോലും അവർ പറയില്ല. ഇതൊരു വൺ വേ ട്രാഫിക് പോലെയാണ്. നിങ്ങൾ എപ്പോഴും കൊടുക്കുന്നു, അവരെപ്പോഴും വാങ്ങുന്നു. കൊടുക്കൽ വാങ്ങലുകളിൽ യാതൊരു തുല്യതയുമില്ലാത്ത ഇത്തരം ബന്ധങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഒരു പരാജിതൻ മാത്രമായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ കപ്പ് പൂർണ്ണമായും കാലിയാകുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോകും. ഇത്തരം വ്യാജ സുഹൃത്തുക്കളും ചൂഷകരും നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു സൂപ്പർമാർക്കറ്റിലെ സാധനം പോലെയാണ്. നിങ്ങളുടെ മേൽ അവർ ഒരു അദൃശ്യമായ ബാർകോഡ് പതിപ്പിച്ചിട്ടുണ്ട്. ഇവനിൽ നിന്ന് ഇന്നെനിക്ക് എന്ത് ലാഭം കിട്ടും എന്ന് മാത്രമാണ് അവർ നോക്കുന്നത്. അവർക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ യാതൊരു സ്നേഹവുമില്ല. നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളോടാണ് അവർക്ക് സ്നേഹം. ഇതൊരു വെറും ബിസിനസ് ഇടപാടാണ്. നിങ്ങളുടെ ഉപയോഗം കഴിയുമ്പോൾ, നിങ്ങളിൽ നിന്ന് ഇനിയൊന്നും ഊട്ടിയെടുക്കാനില്ലെന്ന് കാണുമ്പോൾ അവരുടെ സ്നേഹവും അവസാനിക്കും. നിങ്ങളുടെ അതിരുകൾ ലംഘിച്ചും നിരന്തരം നുണകൾ പറഞ്ഞും അവർ ആ ബന്ധത്തിലെ അടിസ്ഥാനപരമായ വിശ്വാസം എന്നേക്കുമായി തകർത്തുകളയും. സുഹൃത്തെ, ഇനിയും നിങ്ങൾ എന്തിനാണ് ഈ ചങ്ങലകളിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത്? നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർ ചവിട്ടി നടക്കാനുള്ള ഒരു ഡോർമാറ്റ് അല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ CEO നിങ്ങളാണ്. ഒരു കമ്പനിയുടെ CEO ആ കമ്പനിക്ക് നഷ്ടം വരുത്തുന്ന ജീവനക്കാരെ പിരിച്ചുവിടുന്നതുപോലെ നിങ്ങളുടെ മാനസിക സമാധാനം കെടുത്തുന്ന, നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ വ്യാജ ബന്ധങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് തന്നെ പിരിച്ചുവിടുക. ഫയർ ദം. ബഹുമാനം കിട്ടാത്ത മേശകളിൽ നിന്ന് എഴുന്നേറ്റു പോരാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ അർഹിക്കുന്നത് തുല്യമായ സ്നേഹമാണ്, പരസ്പര വിശ്വാസമാണ്. നിങ്ങൾ കൊടുക്കുന്ന അതേ പിന്തുണ തിരികെ നൽകുന്ന യഥാർത്ഥ മനുഷ്യരെയാണ്. നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു സീറ്റും നൽകരുത്. ഇന്ന് തന്നെ തീരുമാനമെടുക്കുക.
നഷ്ടങ്ങളുടെയായ ആ പഴയ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുക. നിങ്ങളുടെ വില മനസ്സിലാക്കി തലയുയർത്തി മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ജീവിതം ഇതാ ഇവിടെ തുടങ്ങുകയാണ്.